ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ അതിപ്രസിദ്ധമായ ചോറ്റാനിക്കര മകമാണ്. മകം തൊഴൽ കേരളത്തിലുള്ള മിക്കവരും പോയി തൊഴുന്ന ഒരു കാര്യമാണ്. അവിടെ പോയി അമ്മയുടെ മകം കണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ ചെയ്യേണ്ടുന്ന കാര്യമാണ് പറയുന്നത്. ചോറ്റാനിക്കര മകത്തിൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വില്വമംഗലയാർ സ്വാമിക്ക് അമ്മ നേരിട്ട് വിശ്വരൂപ ദർശനം കൊടുത്ത ദിവസമാണ് പ്രസിദ്ധമായ മകം തൊഴൽ എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം സർവാഭരണ വിഭൂഷിതയായി വലതു കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന ദേവീഭാവമാണുള്ളത്. കാരണം സാധാരണ മറ്റു ദിവസങ്ങളിൽ അമ്മ ഇടത് കൈകൊണ്ടാണ് അനുഗ്രഹ വർഷം ചൊരിയുന്നത്. മകം തൊഴൽ ദിവസം തങ്കഗോളക ചാർത്തി ആഭരണങ്ങൾ അണിഞ്ഞ് ദേവി വലതു കൈകൊണ്ട് നമുക്ക് അനുഗ്രഹം തരും. അന്നത്തെ ദിവസം ആ ദർശനം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ അമ്മയെ പ്രധാനമായും 3 ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. അതായത് പ്രഭാതത്തിൽ വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി ആരാധിക്കുന്നു. കൊല്ലൂർ മൂകാംബിക ഭാവമാണ് രാവിലെ എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ചുമന്ന വസ്ത്രത്തിൽ മഹാലക്ഷ്മിയായും, മഹാലക്ഷ്മി ഭാവം നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയുമാണ് പ്രദാനം ചെയ്യുന്നത്. വൈകുന്നേരം നീലവസ്ത്രത്തിൽ അമ്മ ദുർഗാദേവിയായിട്ടാണ് ദർശനം അരുളുന്നത്. ഇതിനു പുറമെ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ശിവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർവതിയായും കീഴ്ക്കാവിൽ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുമായിട്ടാണ് ഭഗവതിയെ ആരാധിക്കുന്നത്. ഇങ്ങനെ മഹാസരസ്വതി, മഹാലക്ഷ്മി, ദുർഗ, പാർവതി, ഭദ്രകാളി എന്നീ 5 ഭാവങ്ങളിൽ കൂടിയിട്ട് ദേവിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി എന്ന ഭാവത്തിലും അമ്മയെ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. ആക്ച്വലി 3 രൂപങ്ങൾ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടുമാണെങ്കിലും 5 ഭാവത്തിൽ കൂടി നമ്മൾ അവിടെ ദേവിയെ തൊഴുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു പരിഹാരമാണ്. അതിൻ്റെ ഫലം ആവോളം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയുമാണ് ഞാൻ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യുന്നതുമാണ്. നമുക്ക് ആ ഒരു സമയത്ത് അവിടെ പോയി അമ്മയെ ദർശിക്കാൻ പറ്റിയില്ലെങ്കിലും സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദേവി നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് മുൻപിൽ പ്രത്യക്ഷയായിരിക്കും. നിങ്ങൾ വിശ്വാസപൂർവ്വം ഭക്തിയോടുകൂടി ഞാൻ ഈ പറയുന്നൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്കും അതിൻ്റെ അനുഭവം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ എന്താണ് നാളെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഞാൻ ഓൾറെഡി ചോറ്റാനിക്കര മകത്തിൻ്റെ അന്ന്, അതായത് മകം നക്ഷത്രത്തിൻ്റെ അന്ന് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ടുന്ന 5 റെമഡിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. തീർച്ചയായും പോയി കാണണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഈ വർഷം ചോറ്റാനിക്കര മകം വരുന്നത് 2026 മാർച്ച് 2 തിങ്കളാഴ്ചയാണ്. മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന മകം തൊഴൽ അന്ന് രാത്രി 9:30 വരെ നീണ്ടു നിൽക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു റെമഡി നമ്മളിത് ചെയ്യേണ്ടത് 2 മണിക്കും 9:30ക്കും ഇടയ്ക്കുള്ള ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാം. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ചൊരു സ്പെസിഫിക് ടൈം ഒന്നും നോക്കേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങൾക്കിത് ചെയ്യാൻ, അതായത് സമാധാനത്തോടുകൂടി ചെയ്യാൻ കിട്ടുന്ന ഒരു 15 മിനിറ്റ് സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് കുളിച്ച് ശുദ്ധമായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നമ്മളിത് ചെയ്യുക. നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത്, പൂജാമുറിയിൽ, ഹോളിൽ, എവിടെയാണോ നിങ്ങൾക്ക് സ്ഥലമുള്ളത് അവിടെ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഇത് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ കുളിച്ചിരിക്കണം. ഇപ്പം രാവിലെ കുളിച്ചു, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇത് ചെയ്തോട്ടെ, അങ്ങനെയല്ല. നിങ്ങളിത് എപ്പോൾ ചെയ്യുന്നു അതിനു മുൻപായി നിങ്ങൾ കുളിച്ചിരിക്കണം എന്നുള്ളതാണ്. കുളിച്ച് ശുദ്ധമായി നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ച് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വന്ന് പൂജാമുറിയിലെ, അതായത് നമ്മുടെ നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തി വെച്ച് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കീഴേക്കാവിലമ്മയെയും മേലേക്കാവിലമ്മയെയും സങ്കല്പിച്ച് 2 നെയ് ദീപങ്ങൾ, അത് മൺവിളക്കിലോ ചെറിയ ബ്രാസിൻ്റെ വിളക്കിലോ കിഴക്കോട്ട് അഭിമുഖമായി വരുന്ന രീതിയിൽ അങ്ങനെയും കൊളുത്തി വെക്കാം. എവിടെ ചെയ്യുന്നോ ആ ഒരു ഭാഗം വൃത്തിയാക്കി ഒരു പീഠമുണ്ടെങ്കിൽ പീഠം വെച്ച് അതിന് മുകളിൽ നല്ല ചുമന്ന കളറിലെ പട്ട് വസ്ത്രമോ അല്ലെങ്കിൽ കോട്ടൻ്റെ വസ്ത്രമോ വിരിച്ച് അതിന് മുകളിൽ ചോറ്റാനിക്കര അമ്മയുടെ ഫോട്ടോ, കീഴേക്കാവിലമ്മയും മേലേക്കാവിലമ്മയും ഒന്നിച്ചുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് ഫോട്ടോ വെക്കാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ
നമ്മുടെ കയ്യിലുള്ള ഏതൊരു ദേവീ ഫോട്ടോയും നമുക്കിതിനായിട്ടെടുക്കാം. കാരണം ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നത് 5 ഭാവങ്ങളിൽ വിളങ്ങി നിൽക്കുന്ന ഒരു ദേവിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന പുഷ്പങ്ങൾ എന്നൊന്നുമില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുഷ്പങ്ങളും എടുക്കാവുന്നതാണ്. വീട്ടിലുള്ള ചെമ്പരത്തി, തെച്ചിപ്പൂവ്, ശംഖുപുഷ്പം, നന്ദ്യാർവട്ടം, താമരപ്പൂവ്, റോസപ്പൂവ്, അങ്ങനെ എന്തൊക്കെ പുഷ്പങ്ങളുണ്ടോ അതൊക്കെ കൊണ്ട് അമ്മയെ അലങ്കരിക്കുക. അതായത് ദേവിമാരെയൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ഫോട്ടോയൊക്കെ അലങ്കരിക്കാം. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് 2 മണി മുതൽ 9:30 വരെ ദേവിക്ക് മുൻപിൽ കെടാവിളക്കായിട്ട് 2 നെയ്ദീപങ്ങളും കൊളുത്തി വെക്കും എന്നുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ അമ്മയുടെ ഫോട്ടോസ്, അതിപ്പം ചോറ്റാനിക്കര ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വീട്ടിലുള്ള മറ്റ് ദേവീഭാവ ഫോട്ടോയാണെങ്കിലും നന്നായി തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂമാലകളും പൂക്കളും കൊണ്ടൊക്കെ അലങ്കരിച്ച് 2 ദീപങ്ങൾ കൊളുത്തി വെക്കണം. അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നിലവിളക്കിൽ 5 തിരിയിട്ട് അതിന് മുൻപിലായിട്ട് അമ്മയുടെ ഫോട്ടോ വെച്ചാലും മതിയാവും. ഈ 2-ൽ ഏത് രീതിയിലാണെങ്കിലും വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ചെയ്യുന്നത് പോലെ 1 രൂപ നമ്മൾ ദേവിക്ക് അടുക്കടുക്കായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഡെമോ ആയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ 2 റെഡ് കളറിലെ ക്ലോത്ത് എടുക്കുക. അത് പട്ടുതുണിയാണെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു ക്ലോത്ത് ആയാലും മതിയാവും. അത് ശുദ്ധമായി നല്ല വൃത്തിയുള്ളതായിരിക്കണം. അത് എടുത്ത് 2 ദേവിമാർക്കുമായിട്ട് നമ്മൾ കിഴികെട്ടണം. അപ്പം ഇതേപോലെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ആദ്യം മേലേക്കാവിലമ്മയ്ക്ക് മുൻപിൽ അത് പട്ട് തുണി വെച്ചിട്ട് നമ്മൾ 21 അല്ലെങ്കിൽ 11 1 രൂപ നാണയങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. അത് നമ്മുടെ കയ്യിലെടുത്ത് പിടിച്ച് അടുത്ത വർഷം ചോറ്റാനിക്കര മകമാകുമ്പോഴേക്കും എൻ്റെ കുടുംബത്തിന് നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്നിനു മുകളിൽ ഒന്നായി ഓരോ നാണയങ്ങളായി അടുക്കി അടുക്കി വെക്കുക. ഇതേപോലെ നാണയങ്ങൾ അടുക്കി അടുക്കി വെക്കുമ്പം അതേ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് അങ്ങനെ നമ്മൾ വെച്ചു. അത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊരു കിഴിയായിട്ട് കെട്ടുന്നു. അത് ഇതേപോലെ തന്നെ അടുക്കി ഒരു കിഴിയായിട്ട് കെട്ടാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടുമ്പം ചിതറിപ്പോയാലും പ്രശ്നമില്ല. അത് മേലേക്കാവിലമ്മയ്ക്ക് മുൻപിൽ വെക്കുന്നു. അതിനുശേഷം അടുത്ത തുണി കീഴേക്കാവിലമ്മയ്ക്ക് മുൻപിൽ നമ്മൾ ഇതുപോലെ വെക്കുന്നു. 1 രൂപ നാണയങ്ങൾ അടുക്കടുക്കായിട്ട് വെക്കുന്നു. അപ്പം നമ്മൾ മേലേക്കാവിലമ്മയ്ക്ക് മുൻപിൽ 11 നാണയങ്ങൾ വെച്ചെങ്കിൽ കീഴേക്കാവിലമ്മയ്ക്കും 11 നാണയങ്ങൾ തന്നെ സമർപ്പിക്കണം. 21 ആണെങ്കിൽ 21. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നാണയങ്ങൾ നമ്മുടെ കയ്യിലാക്കി കൈകൾ കൂപ്പി ഇനി കീഴേക്കാവിലമ്മയോടും നമ്മൾ നമ്മുടെ ആഗ്രഹം ആദ്യം മേലേക്കാവിലമ്മയോട് പ്രാർത്ഥിച്ചു അതേ ആഗ്രഹം കീഴേക്കാവിലമ്മയോടും പ്രാർത്ഥിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി നാണയങ്ങൾ വെച്ച് കിഴിയായി കെട്ടി ഫോട്ടോയ്ക്ക് മുൻപിലായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം അവിടെ ഇരുന്ന് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ എന്നുള്ള മന്ത്രം, ഇതാണ് ചോറ്റാനിക്കര അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു മന്ത്രം എന്ന് പറയുന്നത്. കാരണം ചോറ്റാനിക്കരയിൽ നാരായണൻ്റെ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം കൂടിയുള്ളത് കൊണ്ട് ലക്ഷ്മീ നാരായണ സങ്കല്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ എന്ന് നമ്മൾ ചൊല്ലുന്നത്. ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് നമ്മൾ ചൊല്ലുന്നു. അങ്ങനെ അല്ലെങ്കിൽ 108 പ്രാവശ്യവും നമുക്ക് ജപിക്കാവുന്നതാണ്. അത് ചൊല്ലിയതിന് ശേഷം അമ്മയ്ക്ക് നമ്മൾ ധൂപദീപ ആരതി എടുക്കുന്നു. ശേഷം ഉണ്ട ശർക്കരയാണ് അമ്മയ്ക്ക് നമ്മൾ നിവേദ്യമായി സമർപ്പിക്കുന്നത്. ചോറ്റാനിക്കരയിലും അമ്മയ്ക്ക് ഉണ്ട ശർക്കരയാണ് സമർപ്പിക്കുന്നത്. അമ്മ ഒരു ശർക്കര കൊതിച്ചിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടയിൽ നിന്നും നല്ല മുഴുത്ത നല്ല ഒരു ഉണ്ട ശർക്കര വാങ്ങി അത് ദേവിക്ക് മുൻപിൽ വെച്ച് വീണ്ടും നമ്മൾ നമ്മുടെ ആഗ്രഹം അമ്മയോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ആ ഉണ്ട ശർക്കര എടുത്ത് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം പോലെ ഒരു ശർക്കര പായസം ഉണ്ടാക്കി ദേവിക്ക് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നാളെ ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞ ആ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാം. പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവം തീർച്ചയായും നമുക്കുണ്ടാവും. നമ്മൾ എത്രമാത്രം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഇവിടെ ദേവി നോക്കുന്നത്. ആ കിഴി കെട്ടിവെച്ച നാണയം ആ രാത്രി 9:30 വരെ അവിടെ തന്നെ ഇരുന്നോട്ടെ. അതായത് നാളെ തിങ്കളാഴ്ച രാത്രി
അതിനുശേഷം ആ കിഴി നമ്മൾ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം. നിങ്ങൾക്ക് അടുത്ത വർഷത്തെ മകം, അതായത് 2027 വരുന്ന മകം തൊഴിലിന് മുമ്പായിട്ട് എപ്പോഴെങ്കിലും ചോറ്റാനിക്കരയിൽ പോകാമെന്ന് ഉറപ്പുള്ളവർക്ക് അത് അതുവരെ സൂക്ഷിച്ചു വെച്ചിട്ട് ചോറ്റാനിക്കരയിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതിയാവും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ള ഏതൊരു ദേവീക്ഷേത്രത്തിലും കൊണ്ടുപോയി അത് സമർപ്പിക്കാവുന്നതാണ്. കാരണം ദേവി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോകാൻ പറ്റാത്തവർ ഇവിടെ സമർപ്പിച്ചാലും മതിയാവും. ചിലപ്പം ചിലർക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ദേവിയെ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തില്ല എന്നും പറഞ്ഞൊന്നും പ്രശ്നമില്ല. ഇനി എപ്പോഴെങ്കിലും അൺഎക്സ്പെക്റ്റഡായി നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ചോറ്റാനിക്കരയിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും ഈ വഴിപാട് നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും ചോറ്റാനിക്കരമ്മയുടെ കടാക്ഷം നമുക്ക് ലഭിക്കും. കഴിഞ്ഞ വർഷം ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. അന്ന് അത് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോയ്ക്കിടയിൽ ഒരു 3-4 പേര് വന്ന് കമൻറ്റും ചെയ്തിട്ടുണ്ട്. സോ കഴിയുന്നതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന് വലിയ പൈസയുടെ ചിലവൊന്നും ഇല്ലല്ലോ. ഒരു 21 അല്ലെങ്കിൽ 11 രൂപ നാണയങ്ങളെന്ന് പറയുമ്പം നമുക്കത് സംഘടിപ്പിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വേറെ നാണയത്തുട്ടുകളൊന്നും എടുക്കാൻ പാടില്ല. 1 രൂപ നാണയം തന്നെ വേണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.